പക്ഷേ ഭൂമി നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ സ്ഥലം വേണം. സ്ഥലം വിട്ടുതരുന്നവര് ഒരു ത്യാഗം സഹിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ, അവര് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. ഗവൺമെന്റ് അത് നിറവേറ്റും എന്ന് പറയാൻ കൂടി അവസരം വിനിയോഗിക്കുക. ഇപ്പൊ ഈ ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടു തന്നവർ അവരുടെ നിവേദനങ്ങൾ 3 എന്റെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. അതിന് ആ നിവേദനങ്ങളിൽ ഗവൺമെന്റിന്റെ ആ പ്രവർത്തന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരുടെ ത്യാഗം കണ്ടില്ല, അവരുടെ സഹകരണം കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി സഹകരിച്ചിട്ടുള്ള അവരുടെ കാര്യം ശ്രീ ആന്റോയൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഇത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ഏതായിരുന്നാലും ആ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ടാകും എന്ന് പറയാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ മാണി സാറുണ്ട്, ധനകാര്യമന്ത്രിയാണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ നിവേദനം ഉടനെ വേണം ബൈപ്പാസ്. അപ്പൊ ഞാൻ തിരിച്ചു ചെന്ന് മാണി സാറിനോട് സംസാരിച്ചു. അപ്പം KSTPയുടെ ഭാഗം അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ സംസ്ഥാന ഖജനാവിൽ വേണം പണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാണി സാറ് വേണ്ട എല്ലാ സഹായവും ചെയ്തു.